ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇറ്റ് ഈസ് മീ ലീതു ജോൺ. വെൽക്കം ടു മൈ ചാനൽ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഡ്രീം ട്രാവലേഴ്സ്. എന്താണ് ഈ വരവിന്റെ ഉദ്ദേശം എന്നല്ലേ? ഒരു പ്രത്യേക ഒരു ഉദ്ദേശമുണ്ട്. എന്താണെന്നല്ലേ? ഈ ടെമ്പിൾ ഡേ ഫ്രൈഡേ സാറ്റർഡേ മൺഡേ എന്നൊക്കെ പറഞ്ഞ പോലെ ഞാനും ഒരു ഡേ ഉണ്ടാക്കി. എന്താണെന്നല്ലേ? ചർച്ച് ഡേ. അതെ, യെസ്, ഇന്ന് ഞാനൊരു ചർച്ചിൽ പോകുന്ന വീഡിയോ ഇടാന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിനെന്താ സ്പെഷ്യൽ എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സ്പെഷ്യൽ ഒന്നുമില്ല. എല്ലാവരും എല്ലാ ദിവസവും ചർച്ചിൽ പോണതാണ്. പിന്നെ ഞാൻ ഇടാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചർച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അത് ഇടാൻ ഉദ്ദേശിച്ചതെന്ന്. ഇന്നത്തെ വണ്ടിയുടെ ഡ്രൈവർ അമ്മയാട്ടോ. നമ്മൾ പോകുന്ന വഴി കൂടെ ഒക്കെ കാണാം UDFന്റെ LDFന്റെ BJPയുടെ എല്ലാവരുടെയും ഫ്ലെക്സും ബാനറുകളും വെച്ചേക്കുന്നത്. പഞ്ചായത്ത് ഇലക്ഷൻ അല്ലേ, അതിന്റെ തക്കരുതടിയുടെ പരിപാടികളൊക്കെയാണ്. എന്നാലും വോട്ട് ചെയ്യുന്നുള്ള നമ്മുടെ മൗലികാവകാശമാണ്. വേണ്ടവർക്ക് ചെയ്യാം, വേണ്ടാത്തവർക്ക് ചെയ്യാതിരിക്കാം, അല്ല നമ്മുടെ ഇഷ്ടം. ഞങ്ങൾ ഈ ജോറായിട്ട് സംസാരിച്ചു പോകുന്നതും വോട്ടിങ്ങിനെ കുറിച്ചും ഇലക്ഷനെ കുറിച്ചും ഒക്കെ തന്നെയാട്ടോ. പിന്നെ നമ്മളിപ്പോ പോണത് എങ്ങോട്ടാണെന്നറിയോ? മലബാറിലെ തന്നെ പ്രശസ്തവും വലുതുമായ നമ്മുടെ സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് കൂടരഞ്ഞിയിലോട്ടാട്ടോ. അതായത് എൻ്റെ ഇടവക പള്ളി. ആ പള്ളിയുടെ പുറത്തുനിന്ന് നമ്മളെല്ലാവരും ഇഷ്ടംപോലെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. ഇതുവരെ അകത്തുള്ള വീഡിയോസ് അധികമൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. അതുകൊണ്ട് തന്നെ ഇന്ന് അതിൻ്റെ അകത്തെ ഫുട്ടേജും കൂടി നിങ്ങളെ കാണിക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ പോകുന്നത്. എന്താ ടൈമിങ്! നമ്മൾ ആ കേറിയതും ഐശ്വര്യത്തിന്റെ ഷെയറും വാങ്ങിയതുപോലെ ആ പള്ളിയുടെ ബൾബ് എല്ലാം ഓഫായി. നേരം വെളുത്തില്ലേ, അതുകൊണ്ട് ലൈറ്റ് എല്ലാം ഓഫാക്കി. നൈറ്റ് വ്യൂ കാണാൻ നല്ല രസമാണ്. ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ നൈറ്റിലുള്ള കൂടരഞ്ഞി ചർച്ചിന്റെ ഫോട്ടോസ് ഇടാട്ടോ. ഇതിലെ കയറി നമ്മൾ ആ ചർച്ചിന്റെ മുറ്റത്തോട്ട് എത്തുമ്പോൾ പ്രത്യേകതരം ഒരു വ്യൂ ഉണ്ട്. എന്താണെന്നല്ലേ? ആ 4 തെങ്ങുകളും കൂടി നിൽക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട്, നല്ല സൂപ്പർ ബാക്ക്ഗ്രൗണ്ടാ. എൻ്റെ കല്യാണത്തിന്റെ എൻഗേജ്മെന്റിന്റെ ഫോട്ടോസ് ഒക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു ഫോട്ടോസ്. നല്ല സൂപ്പർ വ്യൂ അത്. ഇതാട്ടോ നമ്മുടെ പുതിയ പള്ളിയും പഴയ പള്ളിയും. നമ്മുടെ ഈ വലിയ പണിയുന്നതിന് മുമ്പുള്ള പള്ളിയാട്ടോ ചെറുത്. അത് ഞാൻ ഫോട്ടോ അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കൂടരഞ്ഞി ഇടവക വലിയ ഇടവക ആയതുകൊണ്ടാട്ടോ ചെറിയ പള്ളി പൊളിച്ച് നമ്മൾ വലിയ പള്ളി, ഇത്രയും മനോഹരമായ ഒരു വലിയ പള്ളി പണിതത്. നമ്മുടെ ഈ പള്ളിയിൽ ദിവസങ്ങളിൽ 2 കുർബാനയും സൺഡേ 4 കുർബാനയും വെച്ചാട്ടോ ഉള്ളത്. ഈ ഓരോ സ്റ്റെപ്പും ചവിട്ടി കയറുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ ഓരോ സ്റ്റെപ്പ് എണ്ണിയാട്ടോ ചവിട്ടി കയറുന്നത്. ഈ മൊത്തം സ്റ്റെപ്പ് 41 സ്റ്റെപ്പ് ചവിട്ടി കയറിയിട്ടാട്ടോ ഞാൻ ആ ബാൽക്കണിയിലെത്തിയത്. നമ്മുടെ സന്തോഷം, നമ്മുടെ ഹാപ്പിനെസ് എല്ലാം നമ്മുടെ കയ്യിൽ തന്നെയാട്ടോ. ആ ചെറിയ കാര്യങ്ങളിൽ നിന്നാട്ടോ ഈ വലിയ സന്തോഷം നമുക്ക് കാണാനും അനുഭവിക്കാനും പറ്റുക കേട്ടോ. ഈ ബാൽക്കണിയിലിരുന്നും നമുക്ക് കുർബാനയൊക്കെ കൂടാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഈ ബാൽക്കണിയിലിരുന്ന് കൂടുമ്പോഴും ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് നമുക്ക്. നമ്മൾ മുകളിൽ നിന്ന് കാണുന്ന വ്യൂ ഉണ്ടോ? ഈ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഈ പള്ളിയുടെ ഫുൾ ഭാഗം നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ പള്ളിയുടെ അതേ ഡിസൈനിലാട്ടോ നമ്മുടെ അൾത്താരയുടെ ഡിസൈൻ വന്നിരിക്കുന്നത്. അൾത്താരയിൽ സെബസ്ത്യാനോസ് പുണ്യാളനുണ്ട്, മാതാവുണ്ട്, അൽഫോൻസാമ്മയുണ്ട്, തോമാശ്ലീഹായുണ്ട്, ഗീവർഗീസ് പുണ്യാളനുണ്ട്. എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ. ഞാൻ ഓരോ കുർബാന കൂടുമ്പോഴും എനിക്ക് ഇവരെ എല്ലാവരെയും കണ്ടുകൊണ്ട് വേണം കുർബാന കൂടാൻ. എന്നാലേ ഇങ്ങേറ്റം മുതൽ അങ്ങേറ്റം വരെ പരാതി പറയാൻ പറ്റുള്ളൂ. ഇവിടെയുണ്ട് കേട്ടോ ഒരു പുണ്യാളൻ, താഴെയുണ്ട് ഒരു പുണ്യാളൻ, പള്ളിയുടെ മുകളിലുണ്ട് ഒരു പുണ്യാളൻ, ഗേറ്റിലുണ്ടൊരു പുണ്യാളൻ. പുണ്യാളൻ സർവ്വവ്യാപിയാണ്. അതുകൊണ്ട് റോട്ടിൽ കൂടെ പോകുമ്പോഴും ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോവുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഫലം കിട്ടും. നമുക്കിനി എത്ര സങ്കടം ഉണ്ടെന്ന് പറഞ്ഞാലും ഇവിടെ വന്നിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ, അതൊന്ന് വേറെ ഫീലാട്ടോ. നമുക്ക് ആ അൾത്താരയിലോട്ട് നോക്കുമ്പോൾ എത്ര നേരം വേണമെങ്കിലും നമ്മളവിടെ പിടിച്ചിരുത്താവുന്ന ഒരു അനുഭൂതിയാട്ടോ ആൾത്താരയുടെ മുമ്പിലുള്ളത്. നമ്മുടെ ഈ പള്ളിപ്പെരുന്നാളുണ്ടല്ലോ, അത് മലബാറിലെ തന്നെ ഏറ്റവും പ്രശസ്തവും വലുതുമായ പള്ളിപ്പെരുന്നാളുകളിൽ ഒന്നാട്ടോ നമ്മുടെ കൂടരഞ്ഞി പള്ളിപ്പെരുന്നാൾ. അതുമല്ല, നാനാവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാരെല്ലാം നമ്മുടെ പള്ളിപ്പെരുന്നാളിൽ വന്നുകൂടും. ജാതി മത വ്യത്യാസമൊന്നുമില്ലാതെ എല്ലാവരും വന്ന് പങ്കുകൊള്ളുന്ന പെരുന്നാളാട്ടോ നമ്മുടെ കൂടരഞ്ഞി പള്ളിപ്പെരുന്നാൾ. ഇതാട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ പള്ളിയുടെ നൈറ്റ് വ്യൂ.
വീഡിയോസിന് സജഷൻസ് ഒക്കെ വരുന്നുണ്ട്. എന്നെ കൊണ്ടാവുന്നതെല്ലാം ഞാൻ പരിഹരിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.